വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരുപാട് വലിച്ചയക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കാരണം എനിക്ക് പറ്റിയൊരു മണ്ടത്തരം തെറ്റ് വേറൊരു യൂട്യൂബേഴ്സിനും പുതുതായിട്ട് തുടങ്ങിയ ആർക്കും പറ്റാതിരിക്കാനാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ഉണ്ട് ഇപ്പോഴും. പക്ഷേ അതിൽ ഒരു 650 സബ്സ്ക്രൈബേഴ്സോളം എത്തിയതായിരുന്നു. നമ്മൾ മോണിറ്റൈസേഷൻ ആവാൻ 1K സബ്സ്ക്രൈബേഴ്സും വേണം. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോസ് 4000 വാച്ച് അവർ ഒരു വർഷം കൊണ്ട്, അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് നമ്മുടെ ഷോർട്സിലൂടെ കിട്ടണം. അത് 90 ദിവസം കൊണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 90 ദിവസം കൊണ്ടൊന്നും എനിക്ക് അങ്ങനെ എത്താൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് വീഡിയോസ് നോക്കിയപ്പം എല്ലാവരും ലൈവ് എടുത്ത് വാച്ചർ കൂട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ലൈവ് എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ ലൈവ് എടുത്ത് തുടങ്ങി. ലൈവ് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു 0 വാച്ചവറായിരുന്നു കേട്ടോ, 0 വാച്ചവറായിരുന്നു. ലൈവ് ഒരു 1-2 ആഴ്ചയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ 19 വാച്ചവറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലൈവിനെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ നിന്നപ്പോഴത്തേക്കും വ്യൂസൊക്കെ കുറവായിരുന്നു കേട്ടോ ലൈവിന്. എന്നാലും നമുക്ക് അത് ഒരു വർഷത്തിലാണ് നമുക്ക് വാച്ച് അവർ. അത് നല്ല പാടായിരിക്കും, എന്നാലും ശ്രമിക്കാം എന്നുള്ള രീതിയിൽ ലൈവിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഒരു ദിവസം എൻ്റെ പൊട്ടു ബുദ്ധിയിൽ ഞാൻ ലൈവ് ഓണാക്കിയിട്ട് ബാക്ക് ക്യാമറയിൽ മക്കളെ മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നീട് എനിക്ക് ലൈവ് എടുക്കാനും പറ്റുന്നില്ല. പിന്നെ എനിക്കൊന്നും മനസ്സിലാവില്ല എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ മക്കളെ എടുത്തുള്ള ലൈവിനെ അപ്ലോഡ് ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ ബാക്ക് ഇറങ്ങുമ്പോൾ അത് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ അക്കൗണ്ടിൽ പോയി കിടക്കും. പിന്നെ പിന്നീട് അതെടുത്ത് അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ ആ വീഡിയോ ഏറ്റവും ലാസ്റ്റിൽ റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴെനിക്ക് മനസ്സിലായില്ല കാര്യം. പക്ഷേ ഞാൻ പിന്നീട് ലൈവ് ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ലൈവ് എടുക്കാൻ പറ്റുന്നില്ല. പോളിസി ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. ഞാൻ നേരെ പോളിസിയിൽ കയറി നോക്കിയപ്പോഴത്തേക്കും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ലൈവ് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷയും പോയേട്ടോ. നമ്മൾ ജസ്റ്റ് അപ്പീലൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ അതൊന്നും യൂട്യൂബിൻ്റെ നമുക്ക് ഒന്നും ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പം വേറൊരു വഴിയില്ല. അപ്പം നമുക്ക് അപ്പീൽ കൊടുത്ത് 2 പ്രാവശ്യം റിക്വസ്റ്റ് അയച്ചിട്ടും ഒരു രക്ഷയില്ല. സാധാരണ ഞാൻ എൻ്റെ മക്കളോട് കൂടി നമ്മൾ ലൈവ് എടുക്കാറുണ്ട്. പക്ഷേ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ലൈവ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു അഡൽറ്റ് കൂടെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ ലൈവ് ബാൻ ചെയ്യും. ഭാഗ്യത്തിന് എൻ്റെ ചാനലിന് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അതിനുശേഷം ഇടുന്ന വീഡിയോസിന് ഒട്ടും വ്യൂസ് ഇല്ല. നോട്ടിഫിക്കേഷന് അറിയാവുന്ന ആൾക്കാർ ചോദിക്കുമ്പം നോട്ടിഫിക്കേഷൻ അങ്ങനെ പോകുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടാൽ സാധാരണ ഒരു വീഡിയോ ഞാൻ ചെയ്ത ഷോർട്സിനായാലും 18K അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് അതൊക്കെ വലിയൊരു ഇതാണ് കേട്ടോ. അപ്പം അങ്ങനെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ 2K മിനിമം ഒരു 1K എങ്കിലും ഒരു വ്യൂസ് എൻ്റെ ഷോർട്സിന് കിട്ടുമായിരുന്നു. പക്ഷേ ഇത് സംഭവം നടന്നതിന് ശേഷം പിന്നെ ഇപ്പം ഒരു വീഡിയോ ഇട്ടാൽ ഒരു 10, 12, 20, 50 വ്യൂസിന് കൂടുതൽ പോകത്തേ ഇല്ല ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് വേറൊരു ചാനൽ തുടങ്ങി അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വേറൊരു ചാനൽ തുടങ്ങിയാലും ഒരു 50 സബ്സ്ക്രൈബർ നമുക്ക് മിനിമം വേണം ലൈവ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പം എനിക്ക് 0 സബ്സ്ക്രൈബറാണ്. അപ്പം എൻ്റെ വീഡിയോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പോളിസീസൊക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും. പക്ഷേ നിസ്സാരമായിട്ട് ആരും കാണരുത് യൂട്യൂബിനെ. എനിക്ക് പറ്റിയ മണ്ടത്തരം ആർക്കും പറ്റരുത് ഇനി. അപ്പം അത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. ഈ വീഡിയോന് എത്ര പേരിലോട്ട് എത്തും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അറിയാത്ത ഒരുപാട് പേർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്